ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് ദർശു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ടോ? നന്നായിട്ട് പോകുന്നില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ല ജോലി വാങ്ങിക്കുക കേട്ടോ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഡിസംബറിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് വിജ്ഞാപനം വരാൻ പോകണല്ലേ. PSCയുടെ ഒരു അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കണം കേട്ടോ. PSC, സെക്രട്ടേറിയറ്റ്, നിയമസഭ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വകുപ്പ്, വിജിലൻസ് ട്രൈബ്യൂണൽ, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസ് എന്നിവിടങ്ങളിലെ അസിസ്റ്റന്റ് ഓഡിറ്റർ തസ്തികയുടെ വിജ്ഞാപനം ഈ വർഷം ഡിസംബറിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വിശദമായിട്ടുള്ള സിലബസും സ്കീമും എല്ലാം വിജ്ഞാനത്തോടൊപ്പം തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. മുഖ്യപരീക്ഷ, അഭിമുഖം എന്നിവയ്ക്ക് ശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. പിന്നെ പ്രിലിംസിന് ശേഷമുള്ള മെയിൻസിൽ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ 100 മാർക്ക് വീതമുള്ള 2 പരീക്ഷകൾ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിഗ്രി തല എക്സാമുകൾക്ക് നോക്കുന്നവർക്ക് ഇതിലും നല്ലൊരു ഓപ്ഷൻ ഇനി വേറെ ഇല്ല. ഡിഗ്രി ലെവൽ എക്സാംസിന് നോക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. ഇതിനേക്കാളും ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഡിഗ്രി ലെവലിലുള്ള എക്സാംസിൽ ഏറ്റവും നല്ലൊരു എക്സാം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് തന്നെയാണ്. ഏറ്റവും നല്ല തസ്തികയാണത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇനി വരട്ടെ എന്ന് പറഞ്ഞാൽ അധികം സമയമില്ല അല്ലേ. നോട്ടിഫിക്കേഷൻ വന്നിട്ട് തുടങ്ങാം, സിലബസ് കണ്ടിട്ട് പഠിക്കാൻ തുടങ്ങാം എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. ഈ നിമിഷം തന്നെ പലരും തുടങ്ങിയിട്ടുണ്ടാവും. തുടങ്ങാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങാം കേട്ടോ. സമയം തീരെ ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം, ഒരു ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു LD ക്ലർക്കിനെ പോലെയോ അല്ലെങ്കിൽ ഒരു LGS പോലെ അത്രയും ആളുകൾ മത്സരിക്കാനില്ലെങ്കിൽ പോലും മത്സരിക്കാനുള്ളവർ അത്യാവശ്യം നല്ല അറിവുള്ളവരായിരിക്കും. അപ്പോൾ അവരുടെ കൂടെ പൊരുതുമ്പോൾ നമ്മൾക്ക് അതിനേക്കാളും അറിവ് വേണം. എന്നിരുന്നാലും മാത്രമേ നമുക്ക് ജോലിയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങളുടെ പരിശീലനങ്ങൾ ഇന്ന് മുതൽ വൈകിക്കാതെ ഇന്ന് മുതൽ തന്നെ തുടങ്ങാമെന്നുള്ളതാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമൻറ്റിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ പറയാൻ വന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു PSC ഒരു ട്രാപ്പാണ്, വേറെ ഏതെങ്കിലും ജോലി ചെയ്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡ് തിരഞ്ഞെടുത്ത് രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. PSC അതിലൊരു 50% ശരി തന്നെയാണ് ഞാനും പറയും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിന്ന് തിരിച്ചു കയറാൻ തോന്നില്ല. നമ്മൾ പല എക്സാം നമ്മൾ പഠിച്ച് ഒരു ബേസ് പഠിച്ചു കഴിഞ്ഞ് അതിനുശേഷം കുറച്ചുകൂടി ഡീപ്പായി പഠിച്ചു കഴിഞ്ഞ് നമ്മളൊരു ലെവലിൽ എത്തി നിൽക്കും. അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ അത്യാവശ്യം പഠിക്കുന്ന ഒരാൾക്ക്, ഇപ്പോൾ ഒരു 1 ഇയറൊക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു 50-55 റേഞ്ചിലുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതിനങ്ങോട്ട് കടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട്, അതായത് വളരെ ഡീപ്പായിട്ടുള്ളൊരു സ്റ്റഡി തന്നെ നടത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു 55-60 മാർക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ ഈ 50-ൽ നിന്നുകൊണ്ട് നമുക്ക് ഓരോരോ എക്സാം കഴിയുന്ന സമയത്തും ഈ എക്സാമിൽ കിട്ടിയില്ല, ഓക്കെ അടുത്ത എക്സാം നോക്കാം, അങ്ങനെ ഓരോരോ എക്സാം, അതായത് നമ്മുടെ പഠനം മാറ്റാതെ ഒരേ രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ എന്താ, നമ്മുടെ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ വീണ്ടും ഒരേ വഴിയിലൂടെ പോകുന്നവരെ സംബന്ധിച്ച് PSC ഒരു ലൂപ്പാണ്, ഒരു ട്രാപ്പ് തന്നെയാണ് കേട്ടോ. നമ്മൾ സ്വയം മനസ്സിലാക്കണം. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം. നമ്മുടെ പഠിക്കുന്ന രീതിയിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. അങ്ങനെ അനലൈസ് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത പരീക്ഷകളിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ. ചുമ്മാ കുറേ ക്ലാസ്സിൽ പോയി പഠിച്ചു, കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ടേയിരുന്നു, മാർക്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. 30 എന്നുള്ളത് 40ആയി, 40 എന്നുള്ളത് 50ആയി. അതിന് മുകളിലോട്ട് കയറുന്നില്ലെങ്കിൽ, അതിന് മുകളിലോട്ട് കയറി കഴിഞ്ഞാലേ നമുക്ക് നല്ലൊരു റാങ്ക് കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ജോലി എളുപ്പത്തിൽ കിട്ടുള്ളൂ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലിസ്റ്റിൻ്റെ ലാസ്റ്റൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നതിൻ്റെ അവസാന ഭാഗത്തൊക്കെയാണ് നമ്മളെന്ന് പറഞ്ഞാൽ ജോലി കിട്ടുന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റാങ്കിൽ തന്നെ വരണം. അതിന് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കണം. സാധാരണ എല്ലാവരും പഠിക്കുന്ന പോലെ ഓക്കെ അപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് 50 മാർക്കുണ്ട്, എനിക്ക് 52 മാർക്കുണ്ട്, ഓക്കെ ഞാൻ ബെറ്ററാണ്, അത് പോരാ. അവിടെ ഇരിക്കുന്ന ആൾക്ക് 50 ഉണ്ടെങ്കിൽ എനിക്ക് 65 മാർക്ക് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കയറുള്ളൂ. അതല്ലെങ്കിൽ കയറില്ല. ചുമ്മാ കുറേ കാലം ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുക, ചുമ്മാ കുറേ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് പൈസ കൊടുത്ത് പെയ്ഡ് ക്ലാസ്സുകൾ എടുക്കുക, കണ്ടുകൊണ്ടിരിക്കുക, അതിൽ കാര്യമില്ല. അങ്ങനെയുള്ളവർക്കാണ് PSC ഈ പറഞ്ഞ പോലെ ലൂപ്പും അതുപോലെ തന്നെ ട്രാപ്പൊക്കെ ആവണത്. അല്ലാത്ത എത്രയോ പേരുണ്ട് അല്ലേ. നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള സർക്കാർ ഓഫീസുകളിലെ മെജോറിറ്റി ആൾക്കാരും ഈ PSC ക്വാളിഫൈ ചെയ്ത് വരുന്ന ആൾക്കാരല്ലേ. അവർക്കൊക്കെ കിട്ടുന്നില്ലേ. അപ്പം നമ്മൾ നമ്മുടെ പഠന രീതികൾ മാറ്റണം.
അതാണ് വേണ്ടത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ കമൻറ്റിന് താഴെയും സപ്പോർട്ട് ചെയ്തിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് പുതുതായിട്ട് തുടങ്ങുന്ന ആളുകളുടെ മനസ്സിൽ ചിലപ്പോൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത് കേട്ടോ. പിന്നെ ഒരു കാറ്റഗറി ആൾക്കാർ, അതായത് നമുക്കിപ്പോൾ ഒരു 2 വർഷം 3 വർഷം പഠിച്ചു, 4 വർഷം പഠിച്ചു, ഇത്രയും കാലം പഠിച്ചിട്ടും നിങ്ങൾ ഒരു മെയിൻ ലിസ്റ്റിൽ പോലും, നിങ്ങൾക്കൊരു മെയിൻ എക്സാം പോലും എഴുതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു മെയിൻ ലിസ്റ്റിൽ പോലും വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണ്, നിങ്ങൾ പഠനം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരു PSC ചാനലിൽ ഇങ്ങനെ നിങ്ങൾ PSC പഠനം നിർത്തിക്കോളൂ എന്ന് പറയുന്നത്. ഇതുവരെ ചിലപ്പോൾ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നുണ്ടാവുക. പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം തുറന്ന് പറയുകയാണ്, നിങ്ങൾക്കൊരു 4 വർഷമായിട്ടും ഒരു മെയിൻ ലിസ്റ്റിലും നിങ്ങൾക്ക് ഇടം നേടാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു പുറകിലുള്ളൊരു റാങ്ക് പോലും നിങ്ങൾക്ക് സെക്യൂർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ PSC പഠനം നിർത്തിയിട്ട് മറ്റുള്ള നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ജോലിയോ അല്ലെങ്കിൽ ബാക്കി ബിസിനസ്സോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ല കാര്യം. കാരണം ഇത് ഇങ്ങനെ നമ്മൾക്കതിൽ ആ ട്രാക്കിലോട്ട് എത്താൻ കഴിയുന്നില്ല, നമ്മളിപ്പോഴും അതിൽ തന്നെ പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മാറുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. ഞാൻ അങ്ങനെ പറയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സമയം കളയണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാരുണ്ടാവും, നമ്മുടെ ഫാമിലി ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ നമ്മുടെ അച്ഛൻ അമ്മ, നമ്മുടെ മക്കൾ, നമ്മുടെ ഹസ്ബൻഡ്, ഇവരിനെ എല്ലാവരെയും അവോയ്ഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിക്കാനിരിക്കുക. ആ പഠിക്കാനിരിക്കുന്നതിൽ 100% കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പോലെ കാലങ്ങളോളം ഇരിക്കേണ്ട ഒരു സാഹചര്യം വരിക. അങ്ങനെ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ അടുത്ത ഓപ്ഷൻ. ഞാൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നിങ്ങൾക്ക് കാണാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ 1.5 വർഷം 2 വർഷമായിട്ട് നിങ്ങളുടെ ഗ്രാഫിന് വലിയ വേരിയേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുതെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. നിങ്ങൾ ആ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കണം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ആ മാറ്റം നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റും. ഈ ജോലി നേടിയെടുക്കുക എന്നുള്ളത് ഇത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, അതാണ് ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ കുറച്ച് ഫാക്ടറും കൂടി ഉണ്ട്. ഞാനൊരു വിശ്വാസിയാണ് കേട്ടോ, അതുകൊണ്ട് പറയണം, ഒരു ലക്ക് ഫാക്ടറും കൂടി വേണം. കാരണം നമ്മൾ ലക്ക് ഫാക്ടർ ഇൻ ദ സെൻസ് നമ്മളൊന്നും പഠിക്കാതെ പോയി എക്സാം എഴുതി കുറേ കറക്കി കുത്തി കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നല്ല ലക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കണം കേട്ടോ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എക്സാം ഹാളിൽ നന്നായിട്ട് നമുക്കത് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് ലക്കാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ എക്സാം ഹാളിൽ പോയി അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് ലക്കാണ്. ഞാൻ അതാണ് കേട്ടോ ലക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ അതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ അതൊക്കെയാണ് ലക്കിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കിട്ടാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ. ഇപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ, എല്ലാവർക്കും കിട്ടണമെന്നില്ല അല്ലേ. നമ്മുടെ ഒരു അവശ്യ സാധനം ഒരു കടയിൽ ചെന്ന് വാങ്ങിക്കാൻ പോകുന്ന പോലെ നമുക്കൊരു സർക്കാർ ഉദ്യോഗം കിട്ടണമെന്നില്ല. അതിനുവേണ്ടി പഠിക്കണം, അതിനുവേണ്ടി ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അവരെയൊക്കെ ബീറ്റ് ചെയ്ത് നമ്മൾ മുകളിലോട്ട് എത്തണം. അങ്ങനെ എത്തിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടത്തില്ല, ജോലി കിട്ടത്തില്ല. നമ്മൾ ചുമ്മാ ഇരുന്ന് ഒരു ദിവസം പഠിച്ചു, അല്ലെങ്കിൽ ഒരു മാസം പഠിച്ചു, അല്ലെങ്കിൽ ഒരു വർഷം പഠിച്ചു, അതായത് ഒരു ആവറേജ് ലെവലിൽ പഠിച്ചു എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വർഷം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു വൃത്തിക്ക്, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 months ഒക്കെ കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കവറപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. അത് പറ്റാത്ത എല്ലാവർക്കും അത് സാധിക്കണം എന്നില്ല അല്ലേ. PSC ഉദ്യോഗാർത്ഥികളെന്ന് പറയുമ്പോൾ ഇപ്പോൾ പഠിത്തം കഴിഞ്ഞ് PSCയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടാവും, ജോലിയുടെ കൂടെ PSC പഠിക്കുന്നവരുണ്ടാവും, വീട്ടമ്മമാരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഒരേ സമയമിട്ട് ഒരേ എഫേർട്ട് ഇട്ട് പഠിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ജോലി കിട്ടാനുള്ള ഈ ഒരു കാലയളവുണ്ടല്ലോ. ചിലർക്ക് 1 വർഷം കൊണ്ട് ജോലി കിട്ടും, ചിലർക്കത് 5 വർഷം എടുക്കും. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത്. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു 4 വർഷമായിട്ടും ഒരു 4.5 വർഷമായിട്ടും ഒരു മെയിൻ ലിസ്റ്റിൽ പോലും നിങ്ങൾക്ക് ഇടം നേടാൻ പറ്റിയിട്ട്, ടോപ്പ് റാങ്ക് വേണമെന്ന് ഞാൻ പറയുന്നില്ല, പുറകിലെങ്കിലും നിങ്ങൾക്ക് റാങ്ക് നേടാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 4 വർഷം പഠിച്ചത് അത് PSCക്ക് വേണ്ട ഒരു പഠിപ്പല്ല, നിങ്ങളത് പ്രോപ്പറായിട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിടുക എന്ന് തന്നെയാണ് കേട്ടോ ഞാൻ പറയണത്. അതല്ലാതെ നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അതായത് ആ ഒരു രീതിയിലുള്ള പഠിപ്പ് ഇനി നിങ്ങൾ 4 അല്ല 40 വർഷം പഠിച്ചു കഴിഞ്ഞാലും എവിടെയാണോ നിന്നത് അവിടെ തന്നെ നിൽക്കുള്ളൂ. നിങ്ങളുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് എപ്പോഴും പറയണത്, നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കെട്ടി അത് പരിഹരിച്ച് മുമ്പിലേക്ക് പോകാൻ ശ്രമിക്കണം. നമ്മളിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ ഇമ്പ്രൂവ് ആവുന്നുണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് പഠിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഞാനിത് ആരെയും നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ഇതിനകത്ത് പെട്ടുപോകുന്ന ചിലരുണ്ട്, അവർക്ക് വേണ്ടി പറയുന്നതാണ്.
നമ്മൾക്ക് പൂർണ്ണമായിട്ടും PSCയിലേക്ക് ഇറങ്ങാനും സാധിക്കുന്നില്ല, എന്നാൽ മറ്റൊരു ജോലിയിലേക്ക് പോകാനും സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. എൻ്റെ പരിചയത്തിൽ തന്നെ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേര്. കുറേ കാലങ്ങളായിട്ട് പഠിക്കുന്നുണ്ട്. അവർക്ക് വേറൊരു പ്രൈവറ്റ് ജോലി തേടി പോകാനും സാധിക്കുന്നില്ല. PSC വേണമെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ കിട്ടുന്നുമില്ല. അപ്പോൾ നമ്മൾ PSCയിലോട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ 100% കൊടുത്തിരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ജോലി തേടി പോകാമെന്നുള്ളത് തന്നെയാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾക്കൊരു മനുഷ്യന് മുന്നിലോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേണമല്ലേ. ജോലി വേണം, ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് നമ്മളൊന്ന് സെറ്റിൽ ആവണം, കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു 27, 28, 29 വയസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും, രണ്ട് കൂട്ടരാണെങ്കിലും, ഞാൻ വെവ്വേറെ എന്ന് പറയുന്നില്ല, രണ്ട് കൂട്ടരാണെങ്കിലും ഈ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ജോലി കിട്ടാത്തൊരവസ്ഥ, ഒരു ലിസ്റ്റിൽ പോലും വരാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ്. അത് വീട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങളെ ചുറ്റിപ്പറ്റി നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പണിക്ക് നിൽക്കുക എന്നുള്ളതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. ഞാനിത് ദേഷ്യത്തോടെ പറയുന്നതല്ല, സ്നേഹത്തോടെ പറയുന്നതാണ്. ആരെങ്കിലും ഇതിനകത്ത് പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട്, നിങ്ങളെ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ നിൽക്കുക തന്നെ വേണം കേട്ടോ. ഇനി അതല്ല, ഒരു രീതിക്കും പറ്റുന്നില്ല. ഇപ്പോൾ പലരും ഇപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു PSC ക്ലാസ്സിന് പോകാൻ എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പഠിത്തമൊക്കെ കഴിഞ്ഞ് അടുത്തിനി കല്യാണം എന്ന സ്റ്റേജിൻ്റെ ഇടയിൽ കുറച്ചൊരു സമയം ഉണ്ടാവില്ലേ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് PSCക്ക് വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ വീട്ടുകാരുടെ വീട്ടുകാർ ഫോഴ്സ് ചെയ്തിട്ട് PSC ക്ലാസ്സിന് പോകുന്നവരുണ്ട്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് താല്പര്യമില്ലാതെ PSCയിലോട്ട് ഇറങ്ങി വരുന്നവരുണ്ട് കേട്ടോ. അവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവർ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ഫോഴ്സ് ചെയ്തു എന്ന കാരണം കൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നിട്ട് നിങ്ങളുടെ സമയം തന്നെയാണ് നഷ്ടമാവുക. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫീൽഡ് ഏതാണോ, നിങ്ങൾക്ക് കൺവീനിയൻ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ഏതാണോ അത് സെലക്ട് ചെയ്ത് പോവുക. കാരണം നിങ്ങൾക്ക് പറ്റാത്ത അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും ശാശ്വതമല്ല, അത് നിലനിൽക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണോ, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ചെയ്യാമെന്നാണ് കേട്ടോ പറയണത്. ഇനി PSC ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരുടെ കാര്യം, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, ആര് പറയണമെന്ന് കേൾക്കണ്ട. പല ഭാഗത്തുനിന്ന് ഡിസ്ട്രാക്ഷൻസ് വരും. PSC തട്ടിപ്പാണ്, PSC ഇപ്പോൾ താൽക്കാലിക നിയമനം നടത്തുകയാണ്, PSC വാക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെ പറഞ്ഞ് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് വരും. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. എന്നിട്ടും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും PSC വഴി ഗവൺമെൻറ് ജോലി നേടിയെടുക്കുന്ന ആൾക്കാരില്ലേ, നിങ്ങൾ അത് ചിന്തിക്കൂ കേട്ടോ. അപ്പം നേടിയെടുക്കാൻ മനസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക, അത് നേടിയെടുക്കുന്നവരെ പരിശ്രമിക്കുക. അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. കാരണം ഒരു സർക്കാർ ഉദ്യോഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു കടയിൽ ചെന്ന് നമ്മുടെ ഒരു അവശ്യ സാധനം വാങ്ങിക്കുന്നത് പോലെ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടില്ല. ഒരുപാട് ആൾക്കാരെ അല്ലേ, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ ബീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് മുകളിലോട്ട് കയറി വരാൻ. അപ്പം നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കഷ്ടപ്പെടുക, ജോലി എന്തായാലും കിട്ടും. നെഗറ്റീവ് പറഞ്ഞ് തളർത്താൻ ഒരുപാട് പേര് കൂടെ ഉണ്ടാവും കേട്ടോ. നെഗറ്റീവ് പറയാനുണ്ടാവും, അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാനിങ്ങനെ ഒരു കമൻറ്റ് വന്നത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ബിഗിനേഴ്സിന് ആ കമൻറ്റ് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തേക്കാം, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് രണ്ട് വശമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നല്ലതും ചീത്തയും ഉള്ളതുപോലെ PSCക്കും ഉണ്ട് നല്ലതും ചീത്തയും. ആ കമൻറ്റിൽ പറഞ്ഞ കാര്യം 50% ശരി തന്നെയാണ്. അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതിൽ പെടാതെ കാലങ്ങളോളം അതിൽ പെട്ടുകിടക്കാതെ എത്രയും പെട്ടെന്ന് ജോലി വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മളുടെയൊക്കെ കർത്തവ്യം. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.